ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈസി ക്രാഫ്റ്റാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്, ഒരു പേപ്പർ ലീഫ്. അപ്പോൾ അതിനായിട്ട് 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. അതിനുശേഷം അത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി നിവർത്താം. അപ്പോൾ നമുക്ക് സെൻറ്ററിലൂടെ ഒരു ലൈൻ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി സിസർ ഉപയോഗിച്ചിട്ട് അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ള 2 പേപ്പർ ആയിരിക്കും കിട്ടുക. അതിലൊരു പീസ് പേപ്പർ മാത്രം മതി കേട്ടോ നമുക്ക് ഈ ലീഫ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ഒരു പേപ്പർ നമുക്ക് മടക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെയും ഹാഫായിട്ട് മടക്കുക. അങ്ങനെ 3-4 പ്രാവശ്യം ഇതേ രീതിയിൽ തന്നെ മടക്കിയെടുക്കാം. മടക്കി കഴിഞ്ഞതിന് ശേഷം മടക്കിയ പേപ്പർ ഒന്ന് നിവർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ലൈൻ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിലെ ഓരോ ലൈനും ഇതേപോലെ ഒന്ന് മടക്കി ചേർത്ത് വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് മടക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ 2 സൈഡും ചേർത്ത് സെൻറ്ററിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ലീഫ് നമുക്ക് റൂം ഡെക്കറൊക്കെ ചെയ്യുമ്പോൾ അതിലേക്കായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്കായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി അടിപൊളി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.